ഹായ് ഫ്രണ്ട്സ്, ഫിറ്റ്നസ് വിത്ത് മാത്യു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹാർട്ടിനെ കുറിച്ചാണ്. ഹാർട്ട് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. വളരെ സെൻസിറ്റീവായ ഒരു സബ്ജക്റ്റ് ആണെന്നുകൂടി നമുക്ക് പറയാം. അപ്പോൾ ഹാർട്ടിനെ കുറിച്ച് ഒരു പരിധി വിട്ട് സംസാരിക്കാനുള്ള മെഡിക്കൽ ക്വാളിഫിക്കേഷൻസ് ഒന്നും എനിക്കില്ല. എന്നാൽ പോലും ഒരു എക്സർസൈസ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഹാർട്ടിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ചാനലിൽ തന്നെ ഇതിനു മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും പ്രായമാകുമ്പോൾ ഒരു ശോഷണം സംഭവിക്കുന്നുണ്ട്, പെർഫോമൻസ് ഡിക്ലൈൻ സംഭവിക്കുന്നുണ്ട്. ചിലത് അത് വിസിബിൾ ആയിരിക്കും, ചിലത് വിസിബിൾ ആവണമെന്നില്ല. ഇപ്പോൾ മുടി നരയ്ക്കുന്നു, മുടി കൊഴിയുന്നു, കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുന്നു, ഇതൊക്കെ നമുക്ക് വിസിബിൾ ആണ്. ഹാർട്ടിനും പ്രായമാകുമ്പോൾ ഒരു പെർഫോമൻസ് ഡിക്ലൈൻ സംഭവിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട്. ഒരു ഇൻറ്റേർണൽ ഓർഗൻ ആയതുകൊണ്ട് നമുക്ക് അത് വിസിബിൾ അല്ല എന്ന് മാത്രം. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രായമാകുമ്പോൾ എങ്ങനെയാണ് ഹാർട്ടിൻ്റെ പെർഫോമൻസ് ഡിക്ലൈൻ ആകുന്നത്, എന്ത് നെഗറ്റീവായിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ചാണ് പ്രായമാകുമ്പോൾ ഹാർട്ടിന് സംഭവിക്കുന്നത്, എക്സർസൈസ് കൊണ്ട് എങ്ങനെ നമുക്ക് ഹാർട്ടിൻ്റെ ഈ നെഗറ്റീവായിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ചുകൾ, പെർഫോമൻസ് ഡിക്ലൈൻ എങ്ങനെ തടയാം, അല്ലെങ്കിൽ ഓൾറെഡി പെർഫോമൻസ് ഡിക്ലൈനായ ഹാർട്ടിൻ്റെ പെർഫോമൻസ് എങ്ങനെ നമുക്ക് റിട്രീവ് ചെയ്യാം. ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് ഹാർട്ടിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ കുറച്ച് സ്ട്രക്ചർ, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ ഡ്യൂട്ടി എന്താണ്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാലേ ഈ പ്രായമാകുന്ന സംഭവിക്കുന്ന നെഗറ്റീവായുള്ള ചേഞ്ചുകൾ എന്താണ്, ഈ ചേഞ്ചുകളെ എങ്ങനെ നമുക്ക് എക്സർസൈസ് കൊണ്ട് തടയാൻ പറ്റും, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്താണ് ഹാർട്ടിൻ്റെ ഡ്യൂട്ടി, എങ്ങനെയാണ് ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മസ്കുലർ പമ്പാണെന്ന് പറയാം. ഹാർട്ട് ഒരു മോട്ടോർ പമ്പ് പോലെയെന്ന് പറയാം. മോട്ടോർ പമ്പ് വെള്ളം പമ്പ് ചെയ്യുന്നു, ഹാർട്ട് എന്ന് പറയുന്ന മസ്കുലർ പമ്പ് ബ്ലഡ് പമ്പ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജനും ന്യൂട്രിയൻസും എത്തിക്കുക എന്നുള്ളതാണ് ഹാർട്ടിൻ്റെ പ്രധാനമായ ഡ്യൂട്ടി. ഓക്സിജൻ ന്യൂട്രിയൻസ് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജനും ന്യൂട്രിയൻസും അടങ്ങിയ ബ്ലഡ് എത്തിക്കുക എന്നുള്ളത്. എന്തിനാണ് ഈ ഓക്സിജനും ന്യൂട്രിയൻസും എത്തിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തുള്ള സെല്ലുകൾ, ഏതു ഭാഗത്തായാലും, അത് തലമുടി നാരിലായാലും ബ്രെയിനിലായാലും കാൽപാദങ്ങളിലായാലും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തായാലും ആ ഭാഗത്തുള്ള സെല്ലുകൾ അവർക്ക് വേണ്ട ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ആ സെല്ലുകളിൽ വെച്ചിട്ടാണ്. ഈ സെല്ലുകൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്സിജനും ന്യൂട്രിയൻസും ഉപയോഗിച്ചിട്ടാണ്. ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെല്ലുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോസ് ആണ്. പിന്നെ ഫാറ്റ്, പ്രോട്ടീൻ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഏത് ന്യൂട്രിയൻ്റ് ആയാലും എനർജി ഉണ്ടാക്കണമെങ്കിൽ ഓക്സിജൻ വേണം. ഈ ഓക്സിജനും ന്യൂട്രിയൻറ്റും ഉപയോഗിച്ച് എനർജി ഉൽപ്പാദിപ്പിച്ച ശേഷം ആ സെല്ലുകളിൽ വരുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് പ്രൊഡക്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ കുറച്ച് വെള്ളവും കുറച്ച് ചൂടും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട്. മെയിനായിട്ടുള്ള ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമായൊരു ബൈ പ്രൊഡക്റ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ ഊർജ്ജോൽപാദന ശേഷമുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സെല്ലുകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഡ്യൂട്ടിയും കൂടി ഹാർട്ടിനുണ്ട്. നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ്. ഗ്ലൂക്കോസ് കൃത്യമായി കിട്ടാതിരുന്നാൽ മാത്രമാണ് ശരീരം ഫാറ്റും പ്രോട്ടീനൊക്കെ എനർജിയാക്കി മാറ്റുള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഈ സെല്ലുകൾ ഗ്ലൂക്കോസിനെ എനർജി ആക്കുന്നതിൻ്റെ കെമിക്കൽ ഫോർമുല നോക്കാം. അതായത് ഗ്ലൂക്കോസും ഓക്സിജനും ചേർന്നുള്ള കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് മെയിൻ പ്രൊഡക്റ്റായിട്ട് എനർജി ഉണ്ടാകുന്നു. അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേസ്റ്റായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നു. ഈ വാട്ടർ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിന് ദോഷമൊന്നുമില്ല. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ കെട്ടി നിന്നാൽ, കൃത്യമായി നമ്മുടെ സെല്ലുകളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് പോയ്സണാണ്. അത് വളരെ അപകടമാണ്. ഈ ഓക്സിജനും ന്യൂട്രിയൻസും ശരീരത്തിന് എല്ലാ ഭാഗത്തും എത്തിക്കുക എന്നുള്ളതാണ് ഹാർട്ടിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നുണ്ടെങ്കിലും, ഹാർട്ട് ലൈവായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഒരു ദിവസത്തിൽ 3 നേരമൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പല രൂപത്തിൽ ഗ്ലൈക്കോജനായിട്ട്, ഫാറ്റായിട്ട് അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ കുറേ ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമ്മുടെ ശരീരത്തിന് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ന്യൂട്രിയൻറ്റിൻ്റെ സ്റ്റോറേജ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ എപ്പോഴും ഒരു മിനിമം എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാവും. പക്ഷേ ഓക്സിജൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഓക്സിജൻ നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്യുന്നില്ല, അത് ലൈവായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. ഒരു കാരണവശാലും ഓക്സിജൻ്റെ സപ്ലൈ നമ്മുടെ ബോഡിക്ക് ബ്രേക്ക് ആവാൻ പാടില്ല. 2-3 മിനിറ്റിൽ കൂടുതൽ നമ്മുടെ ഓക്സിജൻ സപ്ലൈ കട്ടായാൽ നമ്മുടെ വായ മൂക്കൊക്കെ ആരെങ്കിലും പൊത്തിപ്പിടിച്ചാൽ നമ്മൾ മരിക്കും. കാരണം എന്ന് വെച്ചാൽ ഓക്സിജൻ സപ്ലൈ വളരെ ലൈവായി നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹാർട്ടായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതലും ഓക്സിജൻ്റെ കാര്യമാണ് പറയുക. കാരണം ഹാർട്ട് ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ ഓക്സിജൻ സപ്ലൈയും കാർബൺ ഡയോക്സൈഡ് തിരിച്ചെടുക്കലുമാണ്. അപ്പോൾ നമുക്ക് ഹാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അതായത് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോൾ അന്തരീക്ഷവായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം ഈ അന്തരീക്ഷവായുവിൽ നിന്ന് ഓക്സിജനെ സ്വീകരിക്കുന്നു. അത് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് വെസലിലേക്ക് കടത്തിവിടുന്നു. ഈ ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് ഹാർട്ടിലെത്തുന്നു. ഹാർട്ട് ഈ ഓക്സിജൻ അടങ്ങിയ ബ്ലഡിനെ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളിലേക്കും അയക്കുന്നു. ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് എല്ലാ സെല്ലുകളിലും എത്തുന്നു. എല്ലാ സെല്ലുകളും ഈ ഓക്സിജനും ന്യൂട്രിയൻസ് ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കുന്നു. ഈ എനർജി ഉൽപാദനത്തിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റായ കാർബൺ ഡയോക്സൈഡ് വീണ്ടും രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു. തിരിച്ച് ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലിലൂടെ ആ കാർബൺ ഡയോക്സൈഡ് ഹാർട്ടിലെത്തുന്നു. ഹാർട്ട് ഈ കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ രക്തത്തെ നേരെ ശ്വാസകോശത്തിലേക്ക് വിടുന്നു. ശ്വാസകോശം നമ്മൾ പിന്നെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അതിലൂടെ ഈ കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുന്നു. ഇതിങ്ങനെ ഒരു സർക്കുലേറ്റ് ചെയ്യും, ഒരു റൊട്ടേഷനാണെന്ന് പറയാം. അതായത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണെന്ന് പറയാം. അതായത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഒരിക്കലും ശരീരത്തിലേക്ക് പുറത്തേക്ക് പോകുന്നില്ല. ശരീരത്തിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഹാർട്ട് എങ്ങനെ വർക്ക് ചെയ്യണേ? ഈ രക്തക്കുഴലുകളുടെ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന്റെ സഹായത്തോടെയാണ്. ഹാർട്ട് ഈ ബ്ലഡ് വെസൽസിലേക്ക് പമ്പ് ചെയ്യുന്നു. അത് ബ്ലഡ് വെസൽസിൽ കൂടെ എല്ലാ ഭാഗത്തേക്കും ഒഴുകി തിരിച്ചെത്തുന്നു. അപ്പോൾ ഈ ബ്ലഡ് വെസൽസും കൂടി കൃത്യമായി വർക്ക് ചെയ്താലേ ഹാർട്ടിന്റെ വർക്ക് എഫിഷ്യൻ്റ് ആവുള്ളൂ. ഹാർട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, പക്ഷേ ബ്ലഡ് വെസൽസ് ഈ കുഴലുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ തടസ്സമോ അതെങ്കിലും ബ്ലോക്ക് ആവുക ചെയ്താൽ ഹാർട്ടിൻ്റെ ഈ സർക്കുലേഷൻ നിലയ്ക്കും, ഈ റൊട്ടേഷൻ നിലയ്ക്കും. ബ്ലഡ് സെല്ലുകളിലേക്ക് കൃത്യമായി പോകണം, അതേപോലെ തന്നെ തിരിച്ച് അത് ഹാർട്ടിലേക്ക് എത്തുകയും വേണം. അപ്പോൾ ഈ കുഴലുകളിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ഹാർട്ടിനെയും ബാധിക്കും. അപ്പോൾ ഹാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ സയൻസ് ഹാർട്ടിനെ മാത്രമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ഹാർട്ടും ഈ ബ്ലഡ് വെസൽസും കൂടിയുള്ള ഒരു സിസ്റ്റത്തെ സയൻസ് വിളിക്കുന്നത് കാർഡിയോ വാസ്കുലർ സിസ്റ്റം എന്നാണ്. അപ്പോൾ ഹാർട്ടിൻ്റെ ഹെൽത്ത്, ഹാർട്ടിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഈ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഹാർട്ടിനെ കുറിച്ച് നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തെ കൂടി കുറച്ച് അറിയേണ്ടതുണ്ട്. ഈ പിക്ചറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ബ്ലൂ കളറും റെഡ് കളറും. ഈ കാർഡിയോ വാസ്കുലർ സിസ്റ്റമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പിക്ചറുകളിലും ബ്ലൂ കളറും റെഡ് കളറും കാണാം. ഈ റെഡ് കളർ കാണിക്കുന്നത് ഓക്സിജൻ റിച്ച് ബ്ലഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് കൈകാര്യം ചെയ്യുന്ന കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിലെ അവയവങ്ങളെയാണ്. ഇനി ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡിനെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് കൈകാര്യം ചെയ്യുന്ന കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിലെ അവയവങ്ങളെയാണ്. നമുക്ക് ഈ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിലേക്ക് ഒന്ന് കടക്കാം. അതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അതിൻ്റെ ഡ്യൂട്ടി എന്താണെന്നൊക്കെ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യത്തെ മെമ്പർ ഹാർട്ട്, രണ്ടാമത്തത് ആർട്ടറി, 3 വെയിൻ, 4 കാപ്പിലറി, 5 ബ്ലഡ്. ഇവരാണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയാം. നമുക്ക് ആദ്യമായിട്ട് ഹാർട്ടിൻ്റെ ഘടന ഒന്ന് ചെറുതായിട്ടൊന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാം. നമ്മുടെ ഹാർട്ടിന് 4 അറകളാണുള്ളത്. 4 അറകൾ അല്ലെങ്കിൽ ചേമ്പേഴ്സ് ആണുള്ളത്. ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിള്, റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിള്. ഈ 4 ചേമ്പേഴ്സിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചേമ്പർ അല്ലെങ്കിൽ ഒരു ഭാഗമാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയും. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു ഹാർട്ട് ഒരു മസ്കുലർ പമ്പാണെന്ന്.
ഹാർട്ട് ഒരു മസ്കുലർ പമ്പാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഹാർട്ടിൻ്റെ ഉള്ളിലെ യഥാർത്ഥ പമ്പ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. നമുക്ക് ഈ ലെഫ്റ്റ് വെൻട്രിക്കിളും ഹാർട്ടിൻ്റെ പമ്പിങ്ങും എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് ലെഫ്റ്റ് ആട്രിയത്തിലൂടെ ഹാർട്ടിലേക്ക് പ്രവേശിക്കുന്നു. ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്നും ഈ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞ ചേംബർ നിറഞ്ഞു കഴിയുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈ ബ്ലഡിനെ സ്ക്യൂസ് ചെയ്ത് പുറത്തേക്ക് കളയുന്നു പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത് നമ്മുടെ ശരീരത്തിലെ മെയിൻ ആർട്ടറിയായ അയോർട്ട എന്ന് പറയുന്ന വലിയൊരു ആർട്ടറിയിലേക്കാണ്. ആ ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നു. അത് കഴിഞ്ഞ് സ്ക്യൂസ് ചെയ്ത ലെഫ്റ്റ് വെൻട്രിക്കിൾ വീണ്ടും റിലാക്സ് പൊസിഷനിലേക്ക് പോകുന്നു. അപ്പോൾ വീണ്ടും ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്നും വീണ്ടും ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിൾ നിറയുന്നു, വീണ്ടും സ്ക്യൂസ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ബ്ലഡ് പുറത്തേക്ക് പോകുന്നു. ഈ സ്ക്യൂസിങ്ങും റിലാക്സേഷനും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഒരു സിംഗിൾ സ്ക്യൂസിനെ അല്ലെങ്കിൽ കോൺട്രാക്ഷനെയാണ് ഒരു സിംഗിൾ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റ് വെൻട്രിക്കിള് ഒരു സിംഗിൾ സ്ക്യൂസിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ കോൺട്രാക്ഷനിൽ പുറന്തള്ളുന്ന ബ്ലഡിൻ്റെ അളവിനെയാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. ഒരു മിനിറ്റിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ എത്ര പ്രാവശ്യം സ്ക്യൂസ് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു, അതിൻ്റെ എണ്ണത്തെയാണ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഹാർട്ട് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ സ്ക്യൂസസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ ഹാർട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ ടോട്ടലായിട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ എമൗണ്ടിനെയാണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോർമൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ റെസ്റ്റ് ടൈമിൽ അല്ലെങ്കിൽ കാര്യമായി ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ആളുടെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 60 to 70 ടൈംസ് പെർ മിനിറ്റ് അല്ലെങ്കിൽ 60 to 70 ബീറ്റ്സ് പെർ മിനിറ്റ് എന്നാണ് പറയാം. നോർമൽ സിറ്റുവേഷനിൽ ആളുടെ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 to 100 ml ആയിരിക്കും. ഈ നോർമൽ സിറ്റുവേഷനിൽ ആളുടെ കാർഡിയാക് ഔട്ട്പുട്ട് ഏകദേശം ഒരു 5 to 6 ലിറ്റർ ആയിരിക്കും. ഇനി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതൊക്കെയാ. ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾക്ക് കൂടുതൽ എനർജി വേണം. അപ്പോൾ കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് കൂടുതൽ ഓക്സിജനും ന്യൂട്രിയൻസും വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹാർട്ട് നമ്മൾ ഏത് അവയവങ്ങൾ ഉപയോഗിച്ചാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ആ അവയവങ്ങളിലേക്ക് കൂടുതൽ ഓക്സിജനും ന്യൂട്രിയൻസും അടങ്ങിയ ബ്ലഡ് പമ്പ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് ലെഫ്റ്റ് വെൻട്രിക്കിൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യും. ഈ കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ നല്ല സ്പീഡിലും നല്ല ശക്തിയിലും വർക്ക് ചെയ്യും. ലെഫ്റ്റ് വെൻട്രിക്കിൾ ആദ്യമായിട്ട് അതിൻ്റെ സ്ട്രോക്ക് വോളിയം കൂട്ടും. ഈ സ്ട്രോക്ക് വോളിയം കൂട്ടാനായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ അതിൻ്റെ സ്ക്യൂസിങ്ങിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ഷൻ്റെ ശക്തി കൂട്ടും. നോർമൽ സിറ്റുവേഷനിൽ സ്ട്രോക്ക് വോളിയം ഒരു 70-80 ml ഒക്കെ ആയിരുന്നെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ സ്ട്രോക്ക് വോളിയം കൂട്ടും. ഏകദേശം 120-150 ml ഒക്കെ ആക്കും. അതായത് നേരെ ഇരട്ടിയാക്കും സ്ട്രോക്ക് വോളിയം. രണ്ടാമതായിട്ട് ഹാർട്ട് അതിൻ്റെ ഹാർട്ട് റേറ്റ് കൂട്ടും. ഈ ഹാർട്ട് റേറ്റ് കൂട്ടാനായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ അതിൻ്റെ സ്ക്യൂസിങ്ങിൻ്റെയും റിലാക്സിൻ്റെയും സ്പീഡ് കൂട്ടും. നോർമൽ സിറ്റുവേഷനിൽ 60 to 70 ടൈംസ് പെർ മിനിറ്റ് ആയിരുന്നെങ്കിൽ ഇത് 150 ടൈംസ് പെർ മിനിറ്റ് ഒക്കെ ആക്കും. അതായത് ഇരട്ടി കൂടുതൽ. അപ്പോൾ സ്ട്രോക്ക് വോളിയം കൂടുന്നു, ഹാർട്ട് റേറ്റും കൂടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ടും കൂടുന്നു. കൂടുതൽ ബ്ലഡ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന അവയവങ്ങളിലേക്ക് എത്തുന്നു. ഇപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് എത്രയായി? ഏകദേശം 20 ലിറ്ററായി. കാർഡിയാക് ഔട്ട്പുട്ട് ഏകദേശം ഒരു 4 ഇരട്ടി 5 ഇരട്ടി കൂടി. അതായത് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് സാധാരണ സിറ്റുവേഷനേക്കാൾ 4 ഇരട്ടി 5 ഇരട്ടി കൂടുന്നു. ഇനി നല്ല ഇൻറ്റൻസിറ്റിയിലാണ് നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല ഇൻറ്റൻസിറ്റിയുള്ള ഒരു എക്സർസൈസാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാർഡിയാക് ഔട്ട്പുട്ട് ഇനിയും കൂടും. 5 ടൈംസ് 6 ടൈംസ് വരെ കൂടും. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള അത്ലറ്റുകളുടെയൊക്കെ കാർഡിയാക് ഔട്ട്പുട്ട് 8 ഇരട്ടി അതായത് 30 to 35 ലിറ്റർ പെർ മിനിറ്റ് വരെ കൂടും. നോർമൽ സിറ്റുവേഷനിൽ 5 ലിറ്റർ പെർ മിനിറ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഹാർഡ് വർക്കിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഈ കാർഡിയാക് ഔട്ട്പുട്ട് 5 ഇരട്ടിയും 6 ഇരട്ടിയും 8 ഇരട്ടിയൊക്കെ ആയിട്ട് വർദ്ധിക്കും. അത്ര സ്പീഡിലും അത്ര ശക്തിയിലും നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ വർക്ക് ചെയ്യും.
അപ്പം നമ്മുടെ ഈ ഹാർഡ് വർക്കിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ലെഫ്റ്റ് വെൻട്രിക്കിള് കൂടുതൽ ശക്തിയിലും കൂടുതൽ സ്പീഡിലും വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ഏറ്റവും അടുത്ത് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഹാർട്ടിൻ്റെ ഭാഗമാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. നമ്മുടെ ഈ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിൾ എല്ലാവരും മനസ്സിലൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഹാർട്ടിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കാം. മറ്റുള്ള ഭാഗങ്ങൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് മനസ്സിലാക്കിയ പോലെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലാക്കണ്ട. പക്ഷെ അത് ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് വേറൊരു പാർട്ടായിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്തി വീഡിയോ ആയി. നമ്മുടെ ഈ സബ്ജക്റ്റ് കാർഡിയോ വാസ്കുലർ സിസ്റ്റം വളരെ വാസ്റ്റാണ്. അതായത് പ്രായമാകുമ്പോൾ നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന് സംഭവിക്കുന്ന പെർഫോമൻസ് ഡിക്ലൈൻ, അതിന് സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ചുകൾ, അതെങ്ങനെ നമുക്ക് എക്സർസൈസ് കൊണ്ട് തടയാം, എങ്ങനെ അതിൻ്റെ പെർഫോമൻസ് റിട്രീവ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ ഒരു സിംഗിൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ കാണുന്നത് ആർക്കും അത്ര താല്പര്യമില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പാർട്ട് ബൈ പാർട്ടായിട്ട് പല വീഡിയോസ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി വരുന്ന വീഡിയോകൾ, ഇതിൻ്റെ പാർട്ടുകൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം. ബൈ.